നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദംപുരി. നരസിംഹമൂർത്തി അറിയാം, എല്ലാവർക്കും അറിയാം അല്ലെ. വൈഷ്ണവ അവതാരത്തിൽ ഉൾപ്പെട്ടതാണ്. വൈഷ്ണവ അവതാരത്തിൽ വിഷ്ണു സങ്കല്പാണ്. നരസിംഹമൂർത്തിയുടെ അവതാരത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. എങ്കിലും ഹിരണ്യകശിപു ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം മേടിക്കുകയാണ്. ഒരു പ്രത്യേക വര. മനുഷ്യനോ അസുരനോ എന്നെ കൊല്ലരുത്, രാത്രിയോ പകലോ എന്നെ കൊല്ലരുത്, അകത്തു വെച്ചോ പുറത്തു വെച്ചോ കൊല്ലരുത്, ആയുധം കൊണ്ടോ മരം കൊണ്ടോ കൊല്ലരുത്. അങ്ങനെ കുറെ കാര്യങ്ങൾ മേടിക്കാം. നിലത്തോ പുറത്തോ വെച്ച് കൊല്ലരുത്. അപ്പൊ ഇങ്ങനെ കുറെ സംഭവം, അതായത് ഒരിക്കലും മരിക്കാത്ത രീതിയിലുള്ള ഒരു അനുഗ്രഹം വരമായിട്ട് ബ്രഹ്മാവിൽ നിന്ന് വാങ്ങിച്ചു. അപ്പൊ ഇങ്ങനെ ഒരാളെ എങ്ങനെ കൊല്ലുക? അങ്ങനെയാണ് നരസിംഹാവതാരം ഉണ്ടാവുന്നത്. ഈ നരസിംഹത്തിന്റെ അവതാരത്തിന്റെ പ്രത്യേകത വെച്ചാൽ, ദേവനാണോ? ദേവനല്ല. മൃഗമാണോ? മൃഗമല്ല. അസുരനാണോ? അസുരനല്ല. അദ്ദേഹം എങ്ങനെയാണ് ഇദ്ദേഹത്തെ, ഈ ഹിരണ്യകശിപുവിനെ കൊന്നത്? അകത്തോ പുറത്തോ വെച്ചല്ല, വാതിൽപ്പടിയെ വെച്ച, നിലത്ത് വെച്ചോ ആകാശത്ത് വെച്ചോ അല്ല, മടിയിൽ വെച്ച, രാത്രിയോ പകലോ അല്ല, ത്രിസന്ധ്യ നേരത്താ. മരം കൊണ്ടോ ലോഹം കൊണ്ടുള്ള ആയുധമല്ല, നഖം കൊണ്ടാ. അങ്ങനെയാണ് ഇദ്ദേഹത്തെ കൊല്ലണം. അപ്പൊ ഈ അവതാര ലക്ഷ്യം, എത്ര വലിയ കഷ്ടതയിൽ നിൽക്കുന്ന ഒരു ഭക്തനാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് എതിരായി നിൽക്കുന്ന എത്ര വലിയ ദോഷങ്ങളാണെങ്കിൽ, അദ്ദേഹത്തിന്റെ വര അങ്ങനെയാണല്ലോ, അതിനെ ഇല്ലാതാക്കി നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ നരസിംഹമൂർത്തിയെ പോലെ വേറൊരാളില്ല. നമുക്ക് ജീവിതത്തിൽ നേരിടേണ്ട വിഷമതകളെ, സങ്കടങ്ങളെ, അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പം മത്സരിക്കുന്നവരുമായിട്ടുള്ള മത്സര ബുദ്ധിയോട് ജീവിക്കുന്ന ബിസിനസ്സുകളെ, കച്ചവടങ്ങളെ, അതിനെയൊക്കെ വിജയത്തിൽ എത്തിക്കണമെങ്കിൽ ഏറ്റവും ശക്തമായി പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ഭഗവാനാണ് നരസിംഹമൂർത്തി. കാരണം ബിസിനസ്സിലൊക്കെ നഷ്ടങ്ങൾ വരിക, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ നഷ്ടങ്ങൾ വരിക, അല്ലെങ്കിൽ നമുക്ക് ശക്തമായ എതിർപ്പുകൾ ഉണ്ടാവുക, ബന്ധുജനങ്ങളോ പരിജനങ്ങളോ നമുക്ക് കംപ്ലീറ്റ് വിരോധികളായി മാറുക, അങ്ങനെ അവരിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ പ്രാപിക്കണം എന്ന് നമുക്ക് തോന്നുന്ന അവസരത്തിൽ നമുക്ക് ഉടനെ മനസ്സിലെത്തേണ്ട രൂപമാണ് നരസിംഹം. ഈ ഭദ്രകാളി ഭഗവതിയുടെ കാര്യം പറഞ്ഞ പോലെ, ATM കാർഡ് പോലെ, ഇങ്ങനെ കാർഡ് കിട്ട അപ്പ പൈസ കിട്ടില്ലേ, നരസിംഹമൂർത്തിയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അപ്പ തന്നെ 2 ദിവസം കഴിഞ്ഞാൽ ആത്മാർത്ഥമായി നിൽക്കുന്ന ഭജനം, ആത്മാർത്ഥമായി നിൽക്കുന്ന ദർശനങ്ങള് വളരെ വളരെ പെട്ടെന്ന് അനുഗ്രഹം കിട്ടുന്ന. അട നിവേദിക്കുക, അട നിവേദിക്കുക, അതുപോലെ തന്നെ പാനകം നിവേദിക്കുക, ചില സ്ഥലത്ത് തടി എന്ന് പറഞ്ഞ വഴിപാടുണ്ട്, അത് നിവേദിക്കുക. ഞാൻ എവിടെയോ കേട്ടു, ഈ വേറെ സ്ഥലത്ത് അടയ്ക്ക് മാവ് കുഴച്ചിട്ട് വേവിക്കാതെ നിവേദിക്കും. എന്നിട്ട് പച്ചയട വേവിക്കില്ല, വേവിക്കാതെ നിവേദിക്കും. ഏറ്റവും പ്രധാന ശക്തിയോ, ഭയങ്കര ശക്തിയുള്ളതിനത്. ഇതൊക്കെ കാര്യസാധ്യത്തിന്
ഒന്നും പറയാനില്ല, അതിനപ്പുറത്തേക്ക് ഒരു കാര്യസാധ്യതയില്ല. അതാണ് നരസിംഹം. അത് നമുക്കുള്ള എതിർപ്പുകൾ എന്ന് പറഞ്ഞാൽ ശത്രുദോഷം എന്ന് ഞാൻ പറയണില്ല, ആ വാക്ക് തന്നെ തെറ്റാണ്. എതിർപ്പുകൾ, നമുക്കെതിരായി, നമ്മുടെ ജീവിതത്തിനെതിരായി നീങ്ങുന്ന ശക്തികളെ, വിഷയങ്ങളെ, ദുഃഖങ്ങളെ, സങ്കടങ്ങളെ. ഈ ബിസിനസ് രംഗത്ത്, അതായത് നമ്മൾ ഒത്തിരി ബിസിനസ് ഒക്കെ ചെയ്യുന്നവര്, ആ കമ്പനികളുടെ ലാഭത്തിന് വേണ്ടിയിട്ട്, ആ കമ്പനികൾ മുൻപിൽ വരാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവര്, അവർക്ക് നല്ല സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ മത്സര ബുദ്ധിയോടുകൂടി ജീവിതത്തെ കാണുന്ന ആൾക്കാർ, ഇവർക്കെല്ലാം വളരെ നന്നായി ആശ്രയിക്കാൻ പറ്റിയ ഒരു മൂർത്തിയാണ് നരസിംഹം. നരസിംഹ പൂജകൾ നടത്തുക, നരസിംഹത്തിന്റെ ഹോമങ്ങൾ വലിയ വലിയ കമ്പനികളിലൊക്കെ, ഇപ്പൊ നമ്മുടെയൊക്കെ ഇവിടെ കുറവാണ്, തമിഴ്നാടൊക്കെ ഇഷി സ്ഥലത്ത് രാഷ്ട്രീയക്കാരൊക്കെ, ഞാനൊക്കെ നിരവധി കഴിക്കുന്നുണ്ട് നരസിംഹ ഹോമം, നരസിംഹ ഹവനം, പെട്ടെന്ന് റിലാക്സ് കിട്ടാൻ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ വളരെ പെട്ടെന്ന് അവർക്ക് അവരുടെ ഗ്രോത്ത്, അവരുടെ പുരോഗതി വളരെ ഗംഭീരമായിക്കൊണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും നരസിംഹവനം ഒന്നും പൂജ കഴിക്കാൻ പറ്റുക എന്നുള്ളതല്ല. അടുത്ത നരസിംഹസ്വാമിയുണ്ട്, നമുക്ക് തൊഴാം. അതല്ല എങ്കിൽ നരസിംഹ ഭഗവാനെ നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാമല്ലോ. ആ രൂപം, ആ ഫോട്ടോയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, ഭഗവാനെ നരസിംഹമൂർത്തി എന്നെ അനുഗ്രഹിക്കണേന്ന്. അദ്ദേഹത്തെ മനസ്സിരുത്തി പ്രാർത്ഥിക്കാം. അതൊക്കെ ചെയ്യുകയാണ് വളരെ ധൃതി പിടിച്ച് ഓടുന്ന കലിയുഗത്തിൽ നിങ്ങളുടെ ഓട്ടത്തിന്റെ സ്പീഡ് കൂട്ടാനായിട്ട്, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം വർദ്ധിപ്പിക്കാനായിട്ട്, നിങ്ങളുടെ സങ്കടങ്ങൾക്കൊരു അറുതി വരുത്താനായിട്ട്, നിങ്ങളുടെ ശ്രേഷ്ഠതയ്ക്കൊരു നന്മ നൽകാനായിട്ട്, നിങ്ങൾക്കൊരു നന്മയുടെ ഐശ്വര്യത്തിന്റെ ലോകം സൃഷ്ടിക്കാനായിട്ട് ധൈര്യമായിട്ട് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിച്ചോളൂ. അതിന്റെ യാതൊരു സംശയവും വേണ്ട. അതിങ്ങനെ ദിവസം ചെല്ലും തോറും ഇങ്ങനെ കയറി നമുക്ക് ഫലം, ഇതുറപ്പാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.